അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഉണർത്തുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിച്ചവരെയും വിശുദ്ധന്മാരെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ പ്രാധാന്യതയോടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് ബാഹ്യമായ ശുദ്ധി മാത്രമല്ല, ആന്തരികമായ ശുദ്ധിയും. രണ്ടും പരസ്പരം ബന്ധിതമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. ഒരു മനുഷ്യൻ നമസ്കാരത്തിനു വേണ്ടി അംഗശുദ്ധി വരുത്തുമ്പോൾ അഥവാ വുളൂ ചെയ്യുമ്പോൾ അവൻ മുഖം കഴുകുന്നതായ അവസരത്തിൽ കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ, ആ കണ്ണിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുമ്പോൾ അതിന്റെ ഓരോ തുള്ളിയിലൂടെയും അല്ലെങ്കിൽ അതിന്റെ അവസാനത്തെ തുള്ളിയിലൂടെ ആ മനുഷ്യന്റെ കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ കുഴിഞ്ഞു പോകുന്നു. ഇതുപോലെ കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ ആ കൈ കഴുകുന്നതായ അവസരത്തിൽ ആ വെള്ളത്തുള്ളിയുടെ കൂടെ അല്ലെങ്കിൽ അതിന്റെ അവസാനത്തെ തുള്ളിയുടെ കൂടെ ആ പാപങ്ങൾ മുഴുവനും കുഴിഞ്ഞു പോകുകയാണ്. കാല് കഴുകുമ്പോഴും ഇപ്രകാരം തന്നെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ബാഹ്യമായ ശുദ്ധിയിലൂടെ തന്നെ ആന്തരികമായ ശുദ്ധിയും ആ മനുഷ്യൻ വരുത്തുകയാണ്. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം ഒരു ശ്മശാനത്തിൽ കൂടെ നടക്കുകയായിരുന്നു. രണ്ട് ഖബറിന്റെ അരികിൽ വന്നപ്പോൾ നബി തങ്ങൾ നിൽക്കുകയായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രണ്ട് ഖബർവാസികൾ ശിക്ഷിക്കപ്പെടുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പ്രവാചകരെ, എന്താണ് അവർ ശിക്ഷിക്കപ്പെടാൻ കാരണം? ഒരു ഖബർ നോക്കിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ വ്യക്തി മൂത്രമൊഴിച്ചിട്ട് വേണ്ട വിധത്തിൽ ശുദ്ധീകരിക്കുമായിരുന്നില്ല, അഥവാ ആ മൂത്രം പൂർണ്ണമായി പോകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. മറ്റു വ്യക്തിയാകട്ടെ അപരനെ സംബന്ധിച്ച് മോശമായ വർത്തമാനങ്ങൾ പറയുമായിരുന്നു. ആ അപരൻ ഇല്ലാത്തതായ അവസരത്തിൽ പരദൂഷണം നടത്തുന്ന ഒരു സ്വഭാവമായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ കൊണ്ട് ഈന്തപ്പനയുടെ മടലെടുത്തിട്ട് ആ മടൽ കീറി രണ്ട് ഖബറിന്റെയും തലയിൽ വെക്കുകയും ചെയ്തു. ആ ഖബർ വാസികൾ ഈ ഈന്തപ്പനയുടെ മടൽ പച്ചയായിരിക്കുന്നിടത്തോളം കാലം ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ബാഹ്യമായ ശുദ്ധി ഒരു മനുഷ്യൻ വരുത്താത്തതിൻ്റെ പേരിൽ അവന് ആന്തരികതയും നഷ്ടപ്പെട്ടു. മറ്റൊരു മനുഷ്യനാകട്ടെ ആന്തരികമായ ശുദ്ധി വരുത്താത്തതിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ശുദ്ധിയും ആന്തരികമായ ശുദ്ധിയും വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ശുദ്ധിയുടെ പ്രാധാന്യത ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാകും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ട് തരത്തിലുള്ളതായ ശാപങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് തരത്തിലുള്ളതായ ശാപങ്ങളെ നബി തങ്ങൾ പഠിപ്പിച്ചു. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് വഴിയിൽ, അതായത് ജനങ്ങൾ സഞ്ചരിക്കുന്നതായ വഴി, ആ വഴിയിലും അതുപോലെ തന്നെ ജനങ്ങൾ തണൽ കൊള്ളുന്നതായ സ്ഥലങ്ങളിലും നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെ ആ ആത്മീയമായ ശുദ്ധി വരുത്തണമെന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ശുദ്ധിയുടെ പ്രാധാന്യത വളരെ വലുതാണ്. മഹാനായ നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം, ഓരോ നമസ്കാരത്തിന് മുന്നേയും വുളൂ ചെയ്യാൻ അത് പ്രയാസകരമായിരുന്നില്ല എങ്കിൽ ഞാൻ ആ വുളൂ ചെയ്യാൻ വേണ്ടി നിർബന്ധപൂർവ്വം കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശുദ്ധി അത് വളരെയേറെ പവിത്രമാണ്. നമുക്കറിയാം, മൻ നളഫ തൗബഹു ഖല്ല ഹമ്മുഹു എന്നൊരു ആപ്തവാക്യമുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ വസ്ത്രം ശുദ്ധിയായാൽ അവന്റെ ദുഃഖം ലഘൂകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ മനസ്സും അതുപോലെ തന്നെ ശരീരത്തിന്റെ ശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതും ബന്ധപ്പെട്ടതുമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യമാകും. നമുക്കറിയാം, നാം നമ്മുടെ കയ്യിൽ ചെളി പറ്റിയാൽ നാം ശുദ്ധീകരിക്കാറുണ്ട്, വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ ശുദ്ധീകരിക്കാറുണ്ട്. എന്നാൽ മനസ്സിൽ പറ്റുന്നതായ ആ അശുദ്ധിയെ നാം നീക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വിമുഖത കാണിക്കുകയാണ്. നാവ് കൊണ്ട് നാം കളവ് പറയാറുണ്ട്, പരദൂഷണം പറയാറുണ്ട്, പലവിധമായ മോശത്തരങ്ങളും പറയാറുണ്ട്. പക്ഷേ അത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ ആ വായ നാം ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആ വായ ശുദ്ധീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ മനസ്സ് മലിനമായി തീരുകയാണ്. ഇപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യത വളരെയേറെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.